സാറേ, ഈ അടുത്ത കാലത്തായിട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഡൽഹിയിൽ ഒരു ഓഫീസ് തുറന്നിരിക്കുകയാണ്. ഏതാണ്ടൊരു 2 ആഴ്ചയിൽ കൂടുതലായി അതിൻ്റെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ട്. സാധാരണ നിലയ്ക്ക് അവർ കേരളത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. കേരളത്തിന് പുറത്ത് അവർക്ക് അങ്ങനെ വലിയ സ്വാധീനമൊന്നുമില്ല. തമിഴ്നാട്ടിലും മറ്റുമൊക്കെ ഈ സ്റ്റാലിൻ്റെയൊക്കെ പച്ചയിൽ തദ്ദേശ സ്ഥാപനങ്ങളിലോ മറ്റോ ഒക്കെ സ്ഥാനാർത്ഥിയെ 1-2 സ്ഥാനാർത്ഥികളെയൊക്കെ നിർത്തി ജയിപ്പിക്കാം. ചിലപ്പോൾ ഈ വീണ് കിട്ടിയ ഭാഗ്യത്തിന് ഒരു MLA കിട്ടിയേക്കാം എന്നൊക്കെ ഉള്ളൂ. അങ്ങനെയുള്ളൊരു പാർട്ടി, ശരിക്കും ഒരു പ്രാദേശിക പാർട്ടി, എന്തിനാണ് ഈ ഡൽഹിയിൽ ഓഫീസ് തുറന്നത്? അതിൻ്റെ പുറകിൽ എന്തോ ഒരു ഉദ്ദേശം ഉണ്ട് എന്ന് തോന്നുന്നു. എന്താണ് അങ്ങയുടെ അഭിപ്രായം? അല്ല, ഡൽഹിയിൽ ഓഫീസ് തുറക്കാൻ പറ്റാത്ത ആർക്ക്? പ്രശാന്ത് ഒരു പാർട്ടി ഉണ്ടാക്കും. പണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡൽഹിയിൽ പോയി ഒരു ഓഫീസും തുറക്കാം. ഡൽഹി പോകുന്നുണ്ടെങ്കിൽ അവിടെ പോയി ആ മന്ദിരത്തിൽ സുഖമായിട്ട് താമസിക്കുകയും ചെയ്യാം. നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും CPIക്ക് ഒരു ഓഫീസില്ലേ അവിടെ? അതിൻ്റെ അമരക്കാരനായിട്ടിരിക്കുന്ന D രാജ പോലും അവിടെ ചെല്ലാറില്ല. കറണ്ട് ചാർജ് അടയ്ക്കാൻ പൈസ ഇല്ല. 100 വർഷം തികയുന്ന ഒരു പാർട്ടിയാണെന്ന് ആലോചിച്ച് നോക്ക്. ചിരി വരുന്നുണ്ടല്ലേ? ഇതിൻ്റെ അതേ അവസ്ഥയാണ് CPM. അവർ പിന്നെ നേരത്തെ കുറെ കരുതി വെച്ചിട്ടുണ്ട്. അവർക്കൊരു കരുതൽ ബോധമുണ്ട് കേട്ടോ. ഇനി ഭരണമില്ലെങ്കിലും അടുത്ത 5 വർഷം പിടിച്ചു ജീവിക്കണം. ഈ നമ്മൾ പഴയ ഒരു ചൊല്ല് പറയാറുണ്ടല്ലോ അല്ലേ, സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കായ്വത്ത് തിന്നാം. അത് അവർക്കറിയാം. അതുകൊണ്ട് അതവരതനുസരിച്ച് പോകും. അപ്പൊ ഈ മുസ്ലിം ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, അങ്ങനെ വേണം പറയാൻ. അതെ, ഇന്ത്യൻ യൂണിയൻ 1948 രൂപീകൃതമാണ്. അതിനു മുമ്പ് ഇവർ വേറൊരു തരത്തിലാണ് അറിഞ്ഞിരുന്നത്. ഇന്ത്യൻ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന പേരിലാണ് അറിഞ്ഞത്. ഇവര് ഇന്ത്യ വിഭജനത്തിന് കാരണമായ പാർട്ടിയും അവര് തന്നെയാണ്. ഇന്ത്യ വിഭജനത്തിന് കാരണമായ പാർട്ടിയും ലോകത്തെ ഏറ്റവും വലിയ വർഗീയ കലാപം നടന്ന് കൂട്ടക്കുരുതിക്ക്, വംശഹത്യ, എത്ര ആയിരക്കണക്കിന് പേരല്ലേ മരിച്ചത്. അതെ. ഇപ്പോഴും അവരുടെ കൈകളിലെ കറ പോയിട്ടുണ്ടോ? മുസ്ലിം ലീഗിന്റെ കയ്യിലെ കറ പോയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അറേബ്യയിലുള്ള മുഴുവൻ ഈ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടുവന്നാൽ പോലും ആ കറായുടെ മണം, ആ ദുർഗന്ധം മാറ്റിയെടുക്കാൻ പറ്റുമോ? ഷേക്സ്പിയറിന്റെ പിന്നെ മാക്ബത്തിൽ പറയുന്നത് പോലെ ഓൾ ദ പെർഫ്യൂംസ് ഓഫ് അറേബ്യ വിൽ നോട്ട് സിറ്റ് ഇൻ ദിസ് ലിറ്റിൽ ഹാൻഡ് എന്ന് ലേഡി മാക്ബത്ത് പറയുന്നു. അതെ അതെ. എന്ന് പറഞ്ഞതുപോലെ ലീഗിന്റെ കയ്യിലെ ചോരമണം ഒരിക്കലും പോകില്ല എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു അവിടെ നടന്നതെന്നാണ് പറയുന്നത്. അപ്പൊ അവരാണ് പിന്നീട് ഇതിന് പേരുമാറ്റമൊക്കെ സംഭവിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആക്കി. ഇവരെ വളർത്തിയതിൽ ആർക്കൊക്കെ പങ്കുണ്ട്? ചത്ത കുതിര എന്ന് വിളിച്ചതാര്? നെഹ്റുവാണ്. ആ ചത്ത കുതിരയ്ക്ക് ജീവൻ കൊടുത്തതും കോൺഗ്രസ്സുകാരും നെഹ്റുവും CPM ഉണ്ട്. EMSന്റെ കാലത്തും കൊടുത്തിട്ടില്ലേ? അതെ. അപ്പൊ പിന്നെ അവന് ഈ ചത്ത കുതിര എന്നുള്ളതൊന്നും പറഞ്ഞു നിർത്താൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അപ്പൊ ആ പാർട്ടിക്ക് അത് ഇവർ UPA ഭരിക്കുമ്പോൾ ഇവർക്ക് MP മാരില്ലായിരുന്നു, മന്ത്രി ഉണ്ടായിരുന്നു. അഹമ്മദ് മന്ത്രിയായിരുന്നു. ഇപ്പൊ കേരളത്തിൽ തന്നെ അവരുടെ സ്ഥാനം എന്താണെന്ന് നമുക്ക് കൃത്യമായി അറിയാം. ലീഗിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? അവരുടെ ഈ രാഷ്ട്രീയം അങ്ങോട്ട് വ്യാപിപ്പിക്കണം. അതാണ് നമ്മൾ പറയും തൃശ്ശൂർക്കിപ്പുറം ഇല്ല ഇങ്ങോട്ട് എന്ന് പറയാറുണ്ട്. അവർ പ്രധാനമായിട്ടും മലപ്പുറത്തിനകത്ത് നിൽക്കുന്നു, പിന്നെ കോഴിക്കോട് ചില പ്രദേശങ്ങളിലും ഉണ്ട്. പിന്നീട് ഇപ്പോൾ അവർ കൂടുതലായിട്ട് സീറ്റുകൾ ചോദിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഒരിക്കലും ഇരവിപുരത്ത് കൊണ്ടുവന്ന് നിർത്തി മത്സരിപ്പിച്ചല്ലോ ഒരു ബാവയെ, PKK ബാവ. അത് പിന്നീട് മന്ത്രിയായി. RSPയുടെ പിന്തുണ ഉണ്ടായിരുന്നു. RSPയുടെ വലിയ വിജയമായിരുന്നു അത്. RSPയുടെ മണ്ഡലമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇരവിപുരം. പണ്ട് RS ഉണ്ണി വിജയിച്ചിട്ടുള്ള മണ്ഡലവുമാണ്. അപ്പൊ അങ്ങനെ ഉള്ള ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെ വളർത്തിക്കൊണ്ടുവരണം. ഇപ്പൊ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു ഭാഗമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. എന്തിനു വേണ്ടിയിട്ട് ഇവർ ഡൽഹിയിൽ ഓഫീസ് തുറന്നു എന്ന് ചോദിച്ചാൽ, ഈ ഇന്ത്യ മുന്നണിയുടെ സഖ്യത്തിന്റെ ഒരു ഭാഗമായിക്കൊണ്ട് കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും ഇവർക്ക് സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു? മുസ്ലിം പ്രദേശങ്ങളുണ്ടോ?
മുസ്ലിം പ്രദേശങ്ങളുണ്ട്, പക്ഷെ ഉണ്ട്. അവിടെയൊന്നും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് വേരോട്ടമില്ല. വേരോട്ടമില്ലെന്നുള്ളതാണ്. അവർ യു പിയിലൊക്കെ അവർക്ക് മുസ്ലിം വിഭാഗമില്ലേ? ഉണ്ട്, അവിടെ വേറെ പാർട്ടിയും ഉണ്ട്. ഉണ്ട്. ഇവര് പോയി അവിടെ ചെന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചലനം ഉണ്ടാക്കാമെന്നുള്ള രീതിയിൽ പോയാൽ അല്ല, പലപ്പോഴും ഇപ്പൊ ഏറ്റവും ഒടുവിൽ ആ സംഭാൽ മസ്ജിദ് പ്രശ്നത്തില് അവിടെ സന്ദർശിക്കാൻ നമ്മുടെ MP E.T. മുഹമ്മദ് ബഷീറും അതുപോലെ തന്നെ അബ്ദുസമദ് സമദാനിയും ഒക്കെ അവിടെ പോയിരുന്നു, MP മാരായ. പക്ഷെ അവർക്ക് അവിടെ അങ്ങോട്ടേക്ക് കടക്കാൻ പോലും പറ്റിയില്ല, പോലീസ് അതിന് അനുവദിച്ചില്ല. അവർ വലിയ കോലാഹലമൊക്കെ ഉണ്ടാക്കി, പക്ഷെ ഒരു കാര്യവുമില്ല, കോടതി ഉത്തരവുണ്ട് അങ്ങോട്ടേക്ക് ആരെയും പ്രവേശിപ്പിക്കരുത് എന്ന്. പക്ഷെ ഇവരവിടെ പോയി മത്സരിച്ചോട്ടെ. മത്സരിക്കുമ്പോൾ അത് BJP-യുടെ ശുക്രദശയായിരിക്കും ഒന്നും കൂടി. കാരണം അപ്പോൾ അവിടെ ഉള്ളവർക്ക് ഇതിനകത്ത് ഇവരുടെ രാഷ്ട്രീയം സാർ, പണ്ട് ഇവരുടെ കൊടി വയനാട്ടിൽ വീശിയതിനാണല്ലോ രാഹുൽ ഗാന്ധി വലിയ വില കൊടുക്കേണ്ടി വന്നത്. കോൺഗ്രസിന്റെ കൊടിയേക്കാൾ കൂടുതലായിട്ട് പാകിസ്ഥാന്റെ കൊടി. അതുകൊണ്ട് എന്ത് പറ്റി? രാഹുൽ ഗാന്ധി എവിടെ തോറ്റു? അമേഠിയിൽ തോറ്റു എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് ബോധ്യം വരികയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഇവര് ഇത്തരത്തിൽ ഇവിടെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിക്കൊണ്ട് മറ്റ് ഇടങ്ങളിലേക്ക് കൂടി ഒന്ന് വ്യാപിക്കുന്നത് കോൺഗ്രസ് അധികാരത്തിൽ വരും എന്നുള്ളത് കണ്ടുകൊണ്ടൊന്നും അല്ല, മറിച്ച് ഇവർക്കറിയാം കോൺഗ്രസിന് ഇനി അധിക കാലം ഭാവിയില്ല. കേരളത്തിലെ സ്ഥിതി 2026 എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തത ആയിട്ടില്ല. അതിങ്ങനെ ക്ഷയോന്മുഖമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും ഒരു കോട്ടോ സംഭവിക്കത്തില്ല. ഇവർ, ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഈ തൃശ്ശൂരിന് ഇപ്പുറത്തേക്ക് വന്ന് മത്സരിക്കാനുള്ള പല ശ്രമവും നടത്തി. ചിലയിടത്തൊക്കെ അവർ മത്സരിച്ചു. ഈ പിന്നെ പുനലൂരിൽ വന്ന് മത്സരിച്ചു. അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ കൊണ്ടുവന്നു. അല്ലേ? ആണ്, ഞാൻ ഓർക്കുന്നില്ല. അവിടെ ഒരു മുസ്ലിം 2001 PKK ബാവ ഇരവിപുരത്ത് മത്സരിച്ചു ജയിച്ചു. പിന്നീട് പുനലൂരിൽ സമീപ സമയത്ത് മത്സരിച്ചു, വർഷം ഞാൻ ഓർക്കുന്നില്ല. അതിലും പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഇവർ ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളത്. കാരണം എന്തിനാണെന്നറിയാമോ? ഈ കേരളത്തിലെമ്പാടും ഇവർക്ക് ആധിപത്യ സ്വാധീനം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ ഈ ഡൽഹി ഓഫീസ് തുറന്നതിന്റെ പിന്നിലും ഇവർക്ക് കേരളം വിട്ട് പലയിടങ്ങളിലേക്ക് അവിടെ ഇവിടെ വഴിയായിട്ട് കൊണ്ടുവരിക. ഡൽഹിയിൽ ആർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്? സമാജ്വാദി പാർട്ടി തുടങ്ങി. സമാജ്വാദി പാർട്ടിയുടെ സ്ഥിതി ഇപ്പൊ എന്തുവാ? ഫോർവേഡ് ബ്ലോക്കിന്റെ അവിടെ അവർക്കും ഉണ്ട് ഓഫീസ്. ഫോർവേഡ് ബ്ലോക്ക് ഇപ്പൊ കേരളത്തിൽ നിന്ന് പിടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അതെ, ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ആകെ ഒരു പേരെ ഓർമ്മ വരുത്തുള്ളൂ, ദേവരാജനെ മാത്രം. CMP എന്ന് പറയുമ്പോൾ CPയോടിനെ ഓർമ്മ വരുന്നത് പോലെ. ഒരു സീറ്റ് കൊടുക്കുമായിരിക്കും, ജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് അതിനകത്തുള്ള കാര്യം നമുക്കറിയില്ല. അപ്പൊ ലീഗിനും ഇതുപോലെ ഓൾ ഇന്ത്യ ദേശീയ പാർട്ടി ഓർക്കുന്നുണ്ടല്ലോ, 2019 കുഞ്ഞാലിക്കുട്ടി പാർലമെന്റിലേക്ക് മത്സരിച്ചു, വിജയിച്ചു. 19 എന്തായിരുന്നു ധാരണ? രാഹുൽ ഗാന്ധി ആകുമ്പോൾ ഞാൻ മന്ത്രിയുമാകും, വേണമെങ്കിൽ നല്ല മന്ത്രിയാകും, ഉറപ്പായ കാര്യമാണ്. ഇതിപ്പോൾ ഇവർക്ക് കോൺഗ്രസിന്റെ അധികാര ഭാവിയില്ല എന്ന് മനസ്സിലാകുന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ നമുക്കുള്ള രക്ഷ എന്ന് പറയുന്നത് രാജ്യത്ത് പടർന്നു പന്തലിച്ച് നിൽക്കുന്ന NDA മുന്നണിയിലേക്ക് കടന്നു കയറുക എന്നുള്ളതാണ്. അതില് ആർക്കും ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. കാശ്മീരിൽ നമ്മൾ കണ്ട എന്താണ്? അതെ, അവിടെ PDPയുമായിട്ട് ചേർന്ന് BJP മത്സരിക്കും. പിന്നെ നാഷണൽ കോൺഫറൻസ്, ജമാഅത്ത് ഇസ്ലാമിയുടെ കാശ്മീർ ഘടകത്തിന്റെ പിന്തുണ അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അത്തരത്തിലായിക്കൂടാ? ഒരു ദേശീയ പാർട്ടി ആകുമ്പോൾ അത്തരത്തിൽ അവിടെ ഓഫീസും ഒക്കെ വരുമ്പോൾ, ഡൽഹിയിൽ പോയി അവർക്ക് പിന്നെ കേരള ഹൗസിൽ താമസിക്കുമ്പോൾ ചിലപ്പോൾ ഒന്നും നിസ്കരിക്കാനോ ഒന്നും പറ്റത്തില്ലാകും. ഇത് സ്വന്തം പാർട്ടി ഓഫീസൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പിന്നെ നിസ്കരിക്കുകയോ ഇഫ്താർ വിരുന്ന് നടത്തുകയോ ഒക്കെ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഇവർ പല തന്ത്രങ്ങളും, ഇവർക്ക് ഇവരുടെ ഭാവിയെക്കുറിച്ചൊരു ദീർഘവീക്ഷണമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഡൽഹിയിലല്ല എല്ലാ സംസ്ഥാനങ്ങളിലും ഓഫീസ് തുറക്കാനുള്ള പണമൊക്കെ ഇവരുടെ കൈവശം ഉണ്ട്. അപ്പോൾ ഡൽഹിയിലെ ഓഫീസ് വന്നതിൻ്റെ പിന്നിലുള്ള ഗൂഢലക്ഷ്യം ഇത് തന്നെയാണ്. അവർക്ക് അവരുടെ ഭാവിയിലേക്ക് നോട്ടം ഉള്ളത് കൊണ്ട് തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.